ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് വീഡിയോസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നും ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് പോകുന്നത് ലേബൽ ഫാഷനിലേക്കാണ്. ഓണം ഏതാണ്ട് അടുക്കാറായതുകൊണ്ട് ഡ്രസ്സ് മിക്കവാറും എല്ലാവരുടെയും സെറ്റായിട്ടുണ്ടാവും. ഇനി വേണ്ടത് കുറച്ച് ജ്വല്ലറിയാണ്. എന്നാലേ ആ ഔട്ട്ഫിറ്റ് അങ്ങോട്ട് കളറാകുള്ളൂ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങളും പോകുന്നത്. ലാസ്റ്റ് ഇയർ ഓണത്തിൻ്റെ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിലൊക്കെയാണ് ഇവരുടെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്, അതായത് ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ തൊട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇവിടെ പോയിട്ട് സ്ഥിരമായിട്ട് ജ്വല്ലറീസൊക്കെ നോക്കാറും വാങ്ങാറും ഒക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരുപാട് കളക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഇവിടെ പോയി വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്കും പോയി നോക്കാവുന്നതാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ട്രഡീഷണൽ രീതിയിലുള്ള ഒരുപാട് ജ്വല്ലറി സെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കമ്മൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻ ഉണ്ട്. പിന്നെ ബാംഗിൾസ് ആണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് ബ്രൈഡൽ രീതിയിലുള്ളതോ അല്ലെങ്കിൽ റിസപ്ഷൻ ലുക്കിന് വേണ്ടിയിട്ടുള്ള ജ്വല്ലറീസ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ രീതിയിലുള്ളതും ജ്വല്ലറി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ പോകാറ്. അപ്പോൾ നല്ല കളക്ഷൻ ആയിരുന്നു ഇത്തവണ പോയപ്പോഴും. നിങ്ങളുടെ കയ്യിൽ ഒരു 400 രൂപ എടുക്കാനുണ്ടെങ്കിൽ ആ ഒരു പൈസയ്ക്ക് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഡീസൻറ്റ് ലുക്കിലുള്ള ഒരു ജ്വല്ലറി സെറ്റ് നമുക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു ഹൈലൈറ്റ് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ. പിന്നെ ഈ ഒരു ക്രസൻറ്റ് മൂണിൻ്റെ ഈ ഒരു മാല ഞാൻ കുറേ സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാകും എന്നുള്ള പേടി കാരണമാണ് ഞാൻ ഓൺലൈൻ വാങ്ങാതിരുന്നത്. ഇവിടെ ചെന്ന് നോക്കുന്നപ്പോഴേക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കളക്ഷൻ ഞാനിതിൽ കാണിച്ചു തരാം. എല്ലാം ഒന്നും കാണിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല, അതിന് മാത്രം കളക്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. ഒരു 1500 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭീമയുടെയോ അല്ലെങ്കിൽ മലബാർ ഗോൾഡിൻ്റെയോ ഒക്കെ പരസ്യത്തിൽ കാണുന്നതിൻ്റെ ഒറിജിനലിൻ്റെ തന്നെ റെപ്ലിക്ക നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത്രയും അടിപൊളിയായിട്ടുള്ള ജ്വല്ലറി ഞാൻ ഈ ഒരു എഡി സ്റ്റോണിൻ്റെ കളക്ഷൻ്റെ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ജ്വല്ലറിയുടെ ഒക്കെ എത്ര നാളിത് ഇതുപോലെ തന്നെ നിൽക്കും എന്ന് ചിലരിങ്ങനെ പറയാറുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും ഇതിൻ്റെ കളർ ഫെയ്ഡിങ് കാര്യങ്ങളൊക്കെ. നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചൊക്കെ കുറേ നാൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പണ്ട് മേടിച്ച ജ്വല്ലറി, എനിക്കൊരു 10-15 വയസ്സുള്ളപ്പോൾ മേടിച്ച ജ്വല്ലറി ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇയറിങ്സൊക്കെ അത് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും ഇതിൻ്റെ എത്ര നാൾ ഇതിൻ്റെ കളർ നിൽക്കും എന്നുള്ളത്. ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുന്നവർക്കറിയാം, നമ്മൾ സാധാരണ പെയർ ചെയ്യുന്നത് ഒരു നെക്ലസും അതുപോലെ തന്നെ ഒരു ലോങ് ചെയിനുമാണ്. അപ്പോൾ ലോങ് ചെയിൻ സാധാരണ നമ്മളെപ്പോഴും കാണുന്ന സ്ഥിരം ഒരു ഇത് വിട്ടിട്ട് ഇതുപോലത്തെ ഒരെണ്ണം പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ലുക്കായിരിക്കും, നല്ല ക്ലാസ് ലുക്കായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അതും കൂടി കാണിക്കുന്നത്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് സെമി പ്രഷ്യസ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം അതിൽ വരുന്ന പേൾസും മുത്തും ഒക്കെ കുറച്ച് സെമി പ്രഷ്യസ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് തോന്നുന്നത്. ഇനിയാണ് റിയൽ ടാസ്ക് തുടങ്ങാൻ പോകുന്നത്. അതായത് എനിക്കൊരു കമ്മൽ വേണം. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷനിൽ നിന്ന് എനിക്കൊരു കമ്മൽ തപ്പിയെടുക്കണം. അതും എൻ്റെ ഈ ഒരു ബ്ലൗസ് പീസിന് ചേരുന്നതായിരിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഓണത്തിന് സെറ്റ് സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു ബ്ലൗസ് പീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തിരച്ചിലൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു 3-4 കളർ വരുന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് കമ്മലിനോടുള്ള ഇഷ്ടം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഗിഫ്റ്റ് വരുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ കമ്മലാണ് തരാറ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് രീതിയിലുള്ള ജുംകാസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പെട്ടതല്ലാതെ കുറച്ച് യുണീക്കായിട്ട് തോന്നുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഹണ്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കണ്ണുടക്കിയ ഒരു ഇയർ കഫാണിത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു സ്റ്റാഫ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എൻ്റെ ചെവിയിലിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനൊരു ലുക്ക് തോന്നിയെന്ന് വരില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് പ്രൈസി റേഞ്ചിലാണ്. അത് കാരണം എന്ന് വെച്ചാൽ അത്രയും ഡീറ്റെയിലിംഗ് അതിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളും കൂടി ഒരു അഭിപ്രായം പറയണേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഒരു മുസ്ലിം വെഡ്ഡിങ്ങിനൊക്കെ നിങ്ങളുടെ ഒരു ലാച്ചയുടെ കൂട്ടത്തിൽ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഇയർ കഫായിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ഇനി കുറച്ച് ടെമ്പിൾ കളക്ഷൻ കണ്ടാലോ?
സൂര്യയുടെയും ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗിൾസിൻ്റെ കളക്ഷനൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 110 രൂപയാണ്. ഇവിടെ അല്ലാതെയും മെറ്റലിൻ്റെ ബാംഗിൾസ് വരുന്നുണ്ട്, ഇതുപോലെ തന്നെ കളർ ബാംഗിൾസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടെമ്പിൾ ജ്വല്ലറിയുടെ കൂട്ടത്തിലൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല കുറച്ച് വലിയ കടവളയില്ലേ, അങ്ങനത്തെ വളകളും വരുന്നുണ്ട്. പിന്നെ കുറച്ച് റിസപ്ഷൻ്റെ ജ്വല്ലറീസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഹിപ്പ് ചെയിനൊക്കെ ഞാൻ നോക്കിയപ്പോഴേക്കും റേറ്റ് വരുന്ന ഒരു 4500 ഒക്കെ അടുത്തായിട്ടാണ്. പിന്നെ പെൻഡൻറ്റ് മാത്രമായിട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് മൾട്ടി യൂസ് ആയിട്ട് ആണ് എനിക്ക് തോന്നിയത്. അതായത് നിങ്ങൾക്ക് പെൻഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹെയർ ആക്സറി ആയിട്ട് ബ്രൈഡൽ ആ ടൈമിൽ യൂസ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്കത് പെൻഡൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഒരേ സാധനം തന്നെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെയും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വള കണ്ടോ, ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഒരു സിംഗിൾ ബിൽ എമൗണ്ട് 1000 എബവ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെട്ടിക്കകത്തുള്ള ഏതെങ്കിലും ഒരു വള എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനും സൂര്യയും കൂടി പോയതുകൊണ്ട് ഞാനൊരു കമ്മലും വാങ്ങി, സൂര്യ ഒരു നെക്ലസിൻ്റെ സെറ്റും വാങ്ങി. അപ്പോൾ ഞങ്ങളുടെ ബിൽ എമൗണ്ട് 1000 എബവ് വന്നതുകൊണ്ട് ഒരു വളയും കൂടി എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.